വയനാട്ടിലെ ദുരന്തഭൂമിയിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി. മേഖലയിൽ വ്യോമ നിരീക്ഷണം പൂർത്തിയാക്കി. ബെയിലി പാലം സന്ദർശിച്ച് സൈനികരുമായി സംസാരിച്ചു. ദുരിതബാധിതരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചു. പുനരധിവാസത്തിന് 2000 കോടി ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാർ. സൂചിപ്പാറയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് പുറത്തെത്തിച്ചു. 3 മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവും എത്തിച്ചത് സുൽത്താൻ ബത്തേരിയിൽ. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇന്നലത്തെ ജനകീയ തെരച്ചിലിൽ. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് നിർദ്ദേശം. ഇന്ത്യയെക്കുറിച്ച് വൻ വെളിപ്പെടുത്തൽ സൂചന നൽകി വീണ്ടും ഹിൻഡൻബർഗ്. വലിയ വിവരം ഉടൻ പുറത്തുവിടുമെന്ന് എക്സിൽ മുന്നറിയിപ്പ്. അദാനിക്കെതിരായ വെളിപ്പെടുത്തൽ രാജ്യത്തുയർത്തിയത് വൻ വിവാദം. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ഒരാഴ്ചയായിട്ടും രോഗ ഉറവിടം വ്യക്തമല്ല. സാമ്പിളുകൾ ഇനിയും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചില്ല. ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 1 മരണം ഉൾപ്പെടെ 9 കേസുകൾ. സംസ്ഥാനത്ത് റബ്ബർ കർഷകർ ദുരിതത്തിൽ. റബ്ബർ ബോർഡിൽ നിന്നുള്ള സബ്സിഡി കുടിശ്ശിക ഇനിയും ലഭിച്ചില്ല. ഉൽപാദന തകർച്ചയും കർഷകരെ വലയ്ക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷം മുണ്ടക്കയിൽ